തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ഓണം ശരിക്കും പൊന്നോണമാകും തൂബാജ് ജ്വല്ലറിക്കൊപ്പം. തൂബാജ് ജ്വല്ലറിയിൽ ഓണം സ്വർണ്ണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1200 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വാർത്തകൾ വിശദമായി. മുഹമ്മദ് ഷംലിക്കിന്റെ ആവശ്യത്തിന് ഉടൻ പരിഹാരം കണ്ട മന്ത്രി എം.ബി. രാജേഷ്. 90% ഭിന്നശേഷിയുള്ള ഷംലിക്ക് പേടി കൂടാതെ സഞ്ചരിക്കാൻ വഴി വേണമെന്ന ആവശ്യവുമായാണ് മന്ത്രിയുടെ മുന്നിലെത്തിയത്. തിരൂരങ്ങാടി നഗരസഭയിലെ പൂഞ്ഞിലത്തുപാടത്താണ് 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷംലിക്കിന്റെ വീട്. വീടിന് മുന്നിലുള്ള തോടിന് കുറുകെയുള്ള മരപ്പാലത്തിലൂടെ സഞ്ചരിച്ചു വേണം ഷംലിക്കിന് സ്കൂളിലേക്കും ആശുപത്രിയിലേക്കും പോകാൻ. തോടിന് സമീപത്തിലൂടെയും വീതി കുറഞ്ഞ വഴിയാണ് വീട്ടിലേക്കുള്ളത്. നടക്കാൻ കഴിയാത്ത ഷംലിക്കിനെ പിതാവ് എടുത്താണ് സ്കൂളിൽ എത്തിച്ചിരുന്നത്. മഴക്കാലത്തുൾപ്പെടെ ഇതിലൂടെയുള്ള യാത്ര ഏറെ പ്രയാസകരമാണ്. ഷംലിക്കിൻ്റേത് ഉൾപ്പെടെ 25 വീടുകളും 50 കുട്ടികൾ പഠിക്കുന്ന അംഗനവാടിയും ഇവിടെയുണ്ട്. ഈ വഴിയിലൂടെ നടന്നു പോകാൻ തന്നെ പ്രയാസമായതിനാൽ നിരവധി അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ഷംലിക്ക് മന്ത്രിക്ക് പരാതി നൽകിയത്. മന്ത്രി സദസ്സിൽ നിന്നിറങ്ങി പരാതി കേൾക്കാൻ ഷംലിക്കിൻ്റെ അടുത്തെത്തി. പരാതി പരിശോധിച്ച മന്ത്രി നഗരസഭാ സെക്രട്ടറിയും അസിസ്റ്റന്റ് എഞ്ചിനീയറുമായും MLAയുമായും നേരിൽ സംസാരിച്ചു. നഗരസഭാ ചെയർമാനുമായി ഫോണിൽ സംസാരിച്ച് 1 വർഷത്തിനകം പാലവും വഴിയും ഒരുക്കി നൽകാൻ മന്ത്രി നിർദ്ദേശിച്ചു. ആവശ്യമെങ്കിൽ MLA ഫണ്ടിൽ നിന്നുള്ള സഹായവും സ്പോൺസർഷിപ്പും തേടാം. എത്രയും പെട്ടെന്ന് പദ്ധതി ഏറ്റെടുത്ത് പദ്ധതി നടപ്പിലാക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ മന്ത്രിക്ക് ഉറപ്പു നൽകി. 30 ലക്ഷത്തോളം രൂപയുടെ പ്രവൃത്തിയാണ് നിലവിൽ കണക്കാക്കുന്നത്. തൻ്റെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനൊപ്പം നാടിനാകെ ഗുണകരമായ വഴിയും പാലവും ഉറപ്പാക്കാനായ സന്തോഷത്തിലാണ് മുഹമ്മദ് ഷംലിക്കും കുടുംബവും തദ്ദേശ അദാലത്തിൽ നിന്ന് മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.